എടാ ഇവന് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. ഇവന് അങ്ങനെയൊന്നുമില്ല. ഇവൻ ആള് നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നവനാ. ഓഹോ, അങ്ങനെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇയാളെ വോട്ട് നമുക്ക് കിട്ടിയ സാധ്യതയുണ്ടോ? അതിനൊക്കെ പണിയുണ്ടടാ. അല്ല നേതാവേ, ഇത് എതിർ പാർട്ടിക്കാരൻ്റെ നോട്ടീസല്ലേ? എടാ ഈ മറ്റൊരു ലഘുലൊക്കെ ഇല്ലേ, ആരും കാണാണ്ട് ഓരോ മുറ്റത്തുകൊണ്ട് ഇട്ടെ. ഇയാൾ നേതാവെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കുന്നു ഭഗവാനെ. നേരെ മതിയാക്കാണെങ്കിൽ ഇയാളെ വോട്ട് തന്നെ കിട്ടുമെന്ന് സംശയം. മോനെ, ഇപ്രാവശ്യം ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞാനാണേ. വോട്ടുകാരെ വിജയിപ്പിക്കണം കേട്ടോ. ഞമ്മക്കെന്ത് രാഷ്ട്രീയപ്പാ, നമ്മൾ സ്ഥാനാർത്ഥിനെല്ലാം നോക്കിയിട്ട് വോട്ട് ചെയ്യാം. നോക്കാം നമുക്ക്. എടാ ഇതിമളെ എതിർ സ്ഥാനത്തെ നോട്ടീസല്ലേ, മണ്ണ് പേരെങ്കിൽ ഇവിടെ കിടക്കുന്നത്. ഏത് പാർട്ടിക്കാരനായാലെന്താ ഈ നോട്ടീസ് കൊണ്ട് അതുകൊണ്ടേ വെച്ചാൽ മോനെ. സ്ഥാനാർത്ഥിയായാലും ഇങ്ങനെ ആയിരിക്കണം, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായേക്ക്. ഈ പ്രാവശ്യത്തെ എൻ്റെ വോട്ട് ഇയാൾക്ക് തന്നെ. എടാ എൻ്റെ ഫോണുണ്ട്, ആ മേശപ്പുറത്ത് വെച്ചിട്ട് ഇനി മെല്ലെ എടുത്ത. എടാ ഞാൻ ഈ ഫോണ് മറന്നു വെച്ചതല്ല, മനഃപൂർവ്വം റെക്കോർഡിങ്ങിൽ ആ മേശപ്പുറത്ത് വെച്ച്. ഒരു മിനിറ്റേ, ഇനി ഇത് കേട്ടോളെ. സ്ഥാനാർത്ഥിയായാലും ഇങ്ങനെ ആയിരിക്കണം, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായേക്ക്. ഈ പ്രാവശ്യത്തെ എൻ്റെ വോട്ട് ഇയാൾക്ക് തന്നെ. അല്ലാതൊരു കുരുട്ട് ബുദ്ധി തന്നെ നേതാവേ. അതുകൊണ്ടാ ഞാൻ നേതാവ് ഇനി അനുയായിയായിട്ട് എന്നെ നടക്കും.